ഒരു പക്ഷത്തിന് അനുകൂലമായി ഇത്രയും സീറ്റുകൾ ക്രോഡീകരിക്കുന്നത് അതിലെന്തെങ്കിലും സംഭവിക്കാത്ത കാര്യങ്ങൾ അങ്ങനെ താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ പങ്കെടുത്ത ആൾക്കാരെ വോട്ട് ചെയ്തുകൊണ്ട് അവരെ BJPക്കും JDAക്കും NDAക്കും ഒരു ഭൂരിപക്ഷം നൽകിയതാണ്. അപ്പൊ നമുക്ക് ഗ്രേസ്ഫുള്ളി വി ഷുഡ് അക്സെപ്റ്റ് ദിസ് മാൻഡേറ്റ്. ബാക്കി ഈ ആരോപണങ്ങളും EVM-നെ പറ്റി, പ്രക്രിയയെ പറ്റി, ഇലക്ഷൻ കമ്മീഷനെ പറ്റി, അത് ഇലക്ഷൻ കമ്മീഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വസനീയത, ഒരു പെർസെപ്ഷൻ നാട്ടിലെ, ഇന്ത്യയിലെ വളരെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടിയുടെ ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതിഭാസം, ഒരു പെർസെപ്ഷൻ നാട്ടിലെ ഉണ്ട്. അത് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് ആണ്. എന്നാലും കോൺഗ്രസിന്റെ സ്ഥിതിഗതികൾ നോക്കിയാൽ കോൺഗ്രസ് മൊത്തം ഇന്ത്യയിലെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡിലാണ്. ഇപ്പൊ ഞാൻ തന്നെ ഒരു കോൺഗ്രസ് വർക്കറാണ്, ഒരു കോൺഗ്രസിയാണ്. എന്നാലും കോൺഗ്രസിന്റെ ആൾക്കാരുടെ സ്ഥിതി നോക്കുമ്പോൾ അത് വളരെ ദയനീയമാണ്. കാരണം ഇവരുടെ ഫോളോവേഴ്സ് ഇല്ല. ഇപ്പോൾ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നാട്ടിലെ പോയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ, ഞാനിപ്പോ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. പണ്ട് കോൺഗ്രസിന്റെ ആൾക്കാരെ ഗ്രാമങ്ങളിലെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ഇപ്പോ ഗ്രാമങ്ങളിലെ BJP കയറിയിറങ്ങി. ഇവിടെ ഇവരുടെ ഈ മൈക്രോ മാനേജ്മെന്റ് വളരെ ശക്തമാണ്. അപ്പോ ഈ BJPയുമായി ഏറ്റുമുട്ടൽ ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന്റെ ഈ ആൾക്കാരെ ഗ്രാമങ്ങളിലേക്ക് കാണുന്നില്ല, വളരെ കുറവാണ്. ഓരോരോ വീട്ടിലേക്ക് പോയാൽ ഒരു പഞ്ചായത്തിന്റെ മെമ്പറും പ്രസിഡന്റും അവർ വലിയ നേതാക്കന്മാരാക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരും ടിക്കറ്റിന് വേണ്ടി ശ്രമിക്കും. അപ്പൊ വോട്ടേഴ്സ് ഇല്ല. കോൺഗ്രസിന്റെ ഈ വോട്ട് ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കോൺഗ്രസിന് തന്നെ ഒരു ആത്മപരിശോധനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ സ്ട്രാറ്റജി. കാരണം പഴയ കാലത്ത് ഉള്ള കോൺഗ്രസ് ആൾക്കാരെ ഇപ്പൊ പോയി. ഇപ്പൊ പുതിയ തലമുറ ആണ്. അപ്പൊ പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടി, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ അവരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി കോൺഗ്രസിന് മൊത്തം ഒരു ഓവർഹോളിംഗ് വേണം. SIR പറഞ്ഞുകൊണ്ട്, SIR ആണ് തോൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അതിലൊരു ന്യായീകരണം കണ്ടെത്തിയത് കൊണ്ട് കാര്യമില്ല അല്ലേ? SIR-ലെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ BLOമാർ എല്ലാ സ്ഥലങ്ങളിലും പോയി ആൾക്കാരെ കാണുന്നുണ്ട്, അവർ ഈ ഫോംസ് പൂരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇന്ന് എന്റെ ഗ്രാമത്തിൽ ഒരുപാട് ഫോംസ് ഇവിടെ പൂരിപ്പിച്ച് BLOക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു തെറ്റില്ല. കാരണം നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഭരണഘടനാപരമായിട്ടുള്ള ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഇതിൽ തെറ്റ് കാണുന്നില്ല എനിക്ക്. കാരണം ഇത് ജനങ്ങൾക്ക് ഒരു നല്ല അവസരമാണ്. രാഷ്ട്രീയ പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടീസിന് തന്നെ ഒരു നല്ല അവസരമാണ്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലെ ആൾക്കാരെ ഉൾപ്പെടുത്തണം. ഒരു ആളും നോ വോട്ടർ ഷുഡ് ബി ലെഫ്റ്റ് ഔട്ട് ഓഫ് ദി വോട്ടർ ലിസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ഇലക്ഷൻ കമ്മീഷനോട് ശേഖരിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടിക കൊട്ടുമിട്ടതാക്കാനുള്ള ഒരു ചുമതല നമുക്ക് എല്ലാവർക്കാണ്. ഇതിൽ തെറ്റ് എനിക്ക് കാണുന്നില്ല.